നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡെമോൺസ്ട്രേഷനാണ്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രസൻറ്റേഷനിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരു സെയിൽസ്മാൻ കാണിച്ചു തരുന്ന സമയത്ത് അത് പുതിയൊരു പ്രോഡക്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഡെമോ കാണിക്കേണ്ടി വരും. അത് എത്ര സമയം യൂസ് ചെയ്യണം, എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതിനെന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ സെയിൽസ്മാൻ നമുക്ക് ഡെമോ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇലുസ്ട്രേഷനാണ്. ഇലുസ്ട്രേഷൻ ആസ് ഹൗ ദ പ്രോഡക്റ്റ് ബെനിഫിറ്റ് ദ പ്രോസ്പെക്ട്സ്. ആ പ്രോസ്പെക്റ്റിൽ പറയുന്ന ആ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൻ്റെ യൂട്ടിലിറ്റി എന്താണ്, അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻ എന്താണ് എന്നൊക്കെ നമ്മളെ ഷോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വൈപ്പ് ഔട്ട് ഡിഫറൻസസ് ആണ്. അതായത് നമുക്കറിയാം, നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ മാത്രമുള്ള സാധനം തന്നെയാണോ, ചിലപ്പോൾ കാണുന്ന സമയത്ത് നമുക്കതിൻ്റെ വ്യത്യാസം ഉണ്ടോ. അപ്പോൾ അങ്ങനെ ചിലർക്ക് അത് കണ്ടാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, വിശ്വസിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഫോർ ദം ഓൺലി സീയിങ് ഈസ് ബിലീവിങ് ആണ്. അതായത് കണ്ട് മാത്രം എന്താ പറയുക വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്തൊക്കെയാണോ നമുക്കതിൻ്റെ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷൻ മാത്രമേ അറിയണ്ടാവുള്ളൂ. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് സാധനം, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് ഏതിലൂടെയാണ്? ഡെമോൺസ്ട്രേഷനിലൂടെയാണ്. നെക്സ്റ്റ് വരുന്നത് ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് ആണ്. ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് എന്ന് പറയുമ്പോൾ ഒരു സെയിൽസ്മാന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൂവ് ഹിംസെൽഫ് ബിഫോർ ദ പ്രോസ്പെക്ട്സ് ദാറ്റ് വാട്ട് എവർ ഹീ സീസ് അബൌട്ട് ദ പ്രോഡക്റ്റ് ഈസ് ട്രൂ. അതായത് ഈ പ്രോസ്പെക്ട്സിലുള്ള കാര്യങ്ങൾ ഒക്കെ ട്രൂ ആണ്, ഇതിങ്ങനെയാണ് എന്താ പറയുക ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യിക്കാനുള്ളൊരു അവസരം കൂടിയാണ് എന്ത്, ഈ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് റിഡക്ഷൻ ഇൻ സെയിൽസ് സ്റ്റോക്സ് ആണ്. അപ്പോൾ ഒരു സെയിൽസ്മാൻ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതാണ്, ഈ പ്രോഡക്റ്റാണ്, ഇതിൻ്റെ വില എന്താണ്, ഇതിങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ കുറയ്ക്കുന്നതാണ് എന്ത്, ഈ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡെമോ കാണിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ പറയേണ്ടത് അവിടെ ഒഴിവായി കിട്ടും. അപ്പോൾ റെഡ്യൂസ് ഇൻ സെയിൽസ് സ്റ്റോക്സ് ആണ്. ദെൻ ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ഈ നമ്മൾ വാങ്ങുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. വേറൊരു പ്രോഡക്റ്റിനേക്കാളും എന്ത് ഗുണങ്ങളാണ് ഇതിനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ്, ഇത് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നല്ലതാണോ ചീത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. അതുപോലെ തന്നെ ഇറ്റ് സ്ട്രെങ്തൻ സെയിൽസ് സ്റ്റോക്സ് ആണ്. അതായത് സ്ട്രെങ്തൻ സെയിൽസ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഈ സെയിൽസ്മാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഡെമോൺസ്ട്രേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെയിൽസ് സ്റ്റോക്കിനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു ഡെമോ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ. നെക്സ്റ്റ്, എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ഡെമോൺസ്ട്രേഷൻ. ഒരു ഗുഡ് ഡെമോൺസ്ട്രേഷന് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എസെൻഷ്യൽസ് ആണ് പറയാനുള്ളത്. ഫസ്റ്റ് വൺ, ഗുഡ് ഡെമോൺസ്ട്രേഷന് മസ്റ്റ് ഹാവ് ക്ലാരിറ്റി. അപ്പോൾ ക്ലിയറായിട്ട് പറയുന്നതായിരിക്കണം. അതായത് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ക്ലിയറായിട്ട് പറയണം. ക്ലിയറായിട്ട് പറയാമെന്ന് പറയുമ്പോൾ അതിൽ ആംബിഗ്യസ് ആൻഡ് ടെക്നിക്കൽ വേർഡ്സ് മസ്റ്റ് ബി അവോയ്ഡഡ് ആണ്. അതായത് നമുക്കറിയാത്ത അല്ലെങ്കിൽ ഭയങ്കര കടുകട്ടിയായിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ വേർഡ്സ് ഉണ്ടോ, അതായത് സെയിൽസ്മാൻ മാത്രമേ ചിലപ്പോൾ അറിയുണ്ടാവുള്ളൂ. അങ്ങനത്തെ വേർഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് സിമ്പിൾ ടേംസ് ആൻഡ് മാനറിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലാർജ് വലിയ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വീടിൻ്റെ ഒക്കെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് തന്നെ വെച്ച് കാണിക്കും ഇല്ല. അതിനൊക്കെ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓഡിയോ വിഷ്വൽ എയ്ഡായിട്ടാണ് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ വേറെ രീതിയിൽ ഫോട്ടോ ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ രീതിയിലോ നമുക്ക് ബൾക്കായിട്ടുള്ള സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത്. അടുത്ത എസെൻഷ്യൽസ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണോ നമ്മളുടെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അത് എല്ലാ കംപ്ലീറ്റ് സെൻസിലും നമ്മൾ എന്ത് ചെയ്യണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അപ്പോൾ കമ്പാരിറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് മൊബൈൽ ഫോൺ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യുന്ന സമയത്ത് പറയില്ലേ, നമ്മൾ ക്യാമറ ക്ലാരിറ്റി ഇതിനെക്കാട്ടി ഇത്ര പിക്സൽ കൂടുതലാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടി ഇതിൻ്റെ സൈസ് ഇത്ര കുറവാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ച് സ്ലിം ആയിട്ടുള്ള എന്താ പറയുക സ്ക്രീനാണ് ഇതിന് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ടേംസിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പിക്സലും അതിൻ്റെ എന്താ പറയുക സൈസും അതിൻ്റെ എന്തൊക്കെയാണോ യൂണിറ്റ് അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെമോൺസ്ട്രേഷനിൽ കംപ്ലീറ്റ് ഫീച്ചേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പറഞ്ഞിരിക്കണം.
നെക്സ്റ്റ് ഹൈലൈറ്റിംഗ് ഓൾ ദി പ്രോഡക്റ്റ് ഫീച്ചേഴ്സാണ്. എന്തൊക്കെയാണോ ആ പ്രോഡക്റ്റിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഹൈലൈറ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ പറയേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഡെമോൺസ്ട്രേഷൻ മസ്റ്റ് അലോ ദ പ്രോസ്പെക്ട് ടു ഹാൻഡിൽ ദ പ്രോഡക്റ്റ് ഫോർ ഹിംസെൽഫ്. നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കസ്റ്റമറിൻ്റെ കയ്യിൽ അത് കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മളൊരു വണ്ടിയൊക്കെ വാങ്ങാൻ പോയിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടെസ്റ്റ് റൈഡ് കിട്ടും. ഈ ടെസ്റ്റ് റൈഡിലാണ് നമുക്കത് കംഫർട്ടാണോ അല്ലെങ്കിൽ ഓടിക്കാൻ നല്ല സുഖമുണ്ടോ എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ മാക്സിമം അവർക്ക് എന്ത് ചെയ്യാം, പറ്റുന്നതാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവരോട് അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറയാം. ദെൻ പിന്നെ വരുന്നത് കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ വാട്ടർ പ്രൂഫ് ഒക്കെ ആവുന്ന സമയത്ത് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ പ്രൂഫ് ഒക്കെ ആവുന്ന സമയത്ത് അവരോട് അത് വാട്ടറിലിട്ട് നോക്കാൻ, അതുപോലെ തന്നെ അത് കത്തിക്കാം, അല്ലെങ്കിൽ ചെരുപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ട്വിസ്റ്റൊക്കെ ചെയ്തിട്ട് നോക്കും, ബെൻഡ് ചെയ്ത് നോക്കും അല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കും. ചില ബക്കറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് അവർ പറയില്ലേ ഇത് പൊട്ടാത്ത ബക്കറ്റാണെന്ന്, അപ്പോൾ നമ്മളത് അതിനെ പൊട്ടിക്കാൻ വേണ്ടി അവർ അടിച്ചൊക്കെ കാണിച്ചു തരും. അപ്പോൾ അങ്ങനത്തെ ആ ടെസ്റ്റുകളൊക്കെ നമുക്ക് ഈ ഒരു കാണിക്കുകയാണെങ്കിൽ അതൊക്കെ ഡെമോൺസ്ട്രേഷനെ കൂടുതൽ അതിൻ്റെ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലായിരിക്കും. ഇനിയെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വേറൊരു എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സെയിൽസ്മാൻ എന്ത് ചെയ്യണം, അവരുടെ പ്രോഡക്റ്റ് മാക്സിമം അവർ പ്രൈസ് ചെയ്തിട്ടാണ്, അതായത് പുകഴ്ത്തിയിട്ടാണ് അവർ പറയേണ്ടത്. മാക്സിമം അവർ പുകഴ്ത്തി പറയണം അവരുടെ പ്രോഡക്റ്റ്. പക്ഷേ അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അവരെന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറ്റങ്ങൾ പറയാൻ പാടില്ല. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നല്ല കാര്യങ്ങൾ അവർക്ക് പറയാം, പക്ഷേ മാക്സിമം മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കുറ്റങ്ങൾ പറയാതിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്ന എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് നമുക്ക് സാധാരണ രീതിയിൽ ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ഇൻ യൂസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. അതായത് സാധാരണ രീതിയിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഗുഡ്സിലൊക്കെ സാധാരണ രീതിയിൽ എങ്ങനെ വരും, ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫീച്ചേഴ്സാണ്, ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ രണ്ട് ഫോംസിലാണ് നമ്മൾക്ക് ഡെമോൺസ്ട്രേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഡെമോൺസ്ട്രേഷൻ്റെ സ്കിൽസാണ്. എന്തൊക്കെ സ്കിൽസാണ് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ വേണ്ടത്, ഈ സെയിൽസ്മാൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്കിൽസ് വേണം. ആദ്യം തന്നെ പ്രിപ്പറേഷനാണ്. നമുക്കറിയാം, നമ്മൾ സെമിനാർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും അല്ലേ, പ്രസൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഗ്യാതറിങ് നെസസറി ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റെപ്സിലൂടെ പോകണം, അതുപോലെ തന്നെ എന്തൊക്കെ പൊട്ടൻഷ്യൽ ചാലഞ്ചസ് വരും, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതിനാണ് ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് വിഷ്വൽ എയ്ഡ്സ് ആണ്. വിഷ്വൽ എയ്ഡ്സ് എല്ലാ സമയത്തും പറ്റണമെന്നില്ല, പക്ഷേ മാക്സിമം വിഷ്വൽ എയ്ഡ്സ്, അതായത് ഡയഗ്രംസ്, മോഡൽസ്, വീഡിയോസ്, ഇതൊക്കെ നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റും, വിഷ്വൽ എയ്ഡ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ എന്താ പറയുക, ആംഗ്യഭാഷയും അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ ഐ കോണ്ടാക്റ്റും ഒക്കെ ഒരു ഡെമോൺസ്ട്രേഷന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സീക്വൻഷ്യൽ സ്റ്റെപ്സ് ആണ്. സീക്വൻഷ്യൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ മൊബൈൽ തുറന്ന് അതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം പറയാം. ആദ്യം ഓൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യം, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മൊബൈലിന് കാണിച്ചു കൊടുക്കുന്നു, അതിൻ്റെ കളറും കാര്യങ്ങളും ആദ്യം കണ്ട് ഇഷ്ടമാവുന്നു, സൈസ് ഇഷ്ടമാവുന്നു, പിന്നെയാണ് അത് തുറന്നിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിനൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ സീക്വൻസിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ദെൻ എൻഗേജ്മെൻറ്റ് ആൻഡ് ഇൻട്രാക്ഷനാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനോട് ചോദിക്കണം, നമ്മൾ എന്തൊക്കെയെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അവർക്ക് എങ്ങനത്തെയാണ് ഇഷ്ടപ്പെട്ടത്, ഏത് കളറാണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് എൻഗേജ്മെൻറ്റ് ആൻഡ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൺക്ലൂഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അവർക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ വേണോ, അല്ലെങ്കിൽ എക്സ്ട്രാ നോട്ട്സുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ എടുത്ത് വെക്കും എന്ന് പറയാം. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺക്ലൂഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡെമോൺസ്ട്രേഷനിൽ വരുന്നത്. ഒന്ന് പ്രിപ്പറേഷൻ, ഒന്ന് വിഷ്വൽ എയ്ഡ്, ഒന്ന് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വേണം, സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ദെൻ എൻഗേജ്മെൻറ്റ് ആൻഡ് ഇൻട്രാക്ഷൻ, കൺക്ലൂഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്.